Assalamu alaikum rahmatullah. ബാക്കി നോക്കാം. Perhaps the police had to set his house on fire to force him out. I suggested. Seven looked unsure. Perhaps ഒരു പക്ഷേ the police had to set his house on fire. The police had to set his house on fire. Set fire എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. Set fire തീ വെക്കുക. അപ്പോൾ the police had പോലീസിന് ആവേണ്ടി വന്നിട്ടുണ്ട് എന്ത് ടു സെറ്റ് ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീടിന് വെക്കാൻ എന്ത് ഓൺ ഫയർ തീ വെക്കാൻ വന്നിട്ടുണ്ടാവാം. അതായത് പോലീസ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടിന് തീ വെച്ചിട്ടുണ്ടാവാം. എന്തിന്? ടു ഫോഴ്സ് ഹിം ഔട്ട്, അയാളെ പുറത്തെത്തിക്കാൻ വേണ്ടി. ഫോഴ്സ് ഔട്ട് പറഞ്ഞെങ്കിൽ പുറത്തേക്ക് തള്ളുക. ഫോഴ്സ് ഔട്ട് പുറത്തേക്ക് തള്ളുക. ഓക്കെ. ഐ സജസ്റ്റഡ്, ഞാൻ നിർദ്ദേശിച്ചു. എൻ്റെ ഒരു നിർദ്ദേശം പറഞ്ഞു. സജസ്റ്റ് നിർദ്ദേശിക്കുക. സെവൻ ലുക്ക്ഡ് അൺഷ്വർ, സെവനെ കാണപ്പെട്ടു. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സെവനെ കാണപ്പെട്ടു. ഏതവസ്ഥയിൽ? അൺഷ്വർ, ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞതിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ കാണപ്പെട്ടു. ഞാൻ പറഞ്ഞ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അൺഷ്വർ പറഞ്ഞെങ്കിൽ ഉറപ്പില്ലാത്ത അവസ്ഥയിൽ. ഉറപ്പില്ലാത അൺഷ്വർ, ഷുവറിൻ്റെ ഓപ്പോസിറ്റാണ്. അടുത്ത ഓൺ ദി മൺഡേ ഫോളോവിങ് മമ്മാസ് ബർത്ത്ഡേ Seven went alone with her to the clinic at Girgaon as I was spending the evening with a school friend. On the Monday, തിങ്കളാഴ്ച ദിവസം, ഫോളോയിങ് മമ്മാസ് ബർത്ത്ഡേ, മമ്മയുടെ ജന്മദിനത്തിൻ്റെ പിറ്റേ ദിവസം. ഫോളോ എന്ന് പറഞ്ഞെങ്കിൽ അടുത്ത ദിവസം. ഫോളോ തുടരുക, തുടർന്ന ദിവസം. FOLLOW, ഫോളോ തുടരുക. പാസ്റ്റ് ഫോളോവ്ഡ്. അപ്പോൾ മമ്മയുടെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് തിങ്കളാഴ്ച. സെവൻ വെൻറ്റ് അലോൺ, സെവൻ ഒറ്റയ്ക്ക് പോയി, എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയി. അലോൺ പറഞ്ഞെങ്കിൽ ഒറ്റയ്ക്ക് പോയി. എവിടത്തേക്ക്? വിത്ത് ഹർ, മമ്മയുടെ കൂടെ പോയി. ടു ദി ക്ലിനിക്കിലേക്ക് പോയി. എവിടെയുള്ള? അറ്റ് ഗിർഗോൺ, സ്ഥലത്തിൻ്റെ പേരാണ്. ഗിർഗോമിലുള്ള ക്ലിനിക്കിലേക്ക് ഉമ്മയുടെ കൂടെ ഒറ്റയ്ക്ക് പോയി. ആസ് ഐ വാസ് സ്പെൻഡിങ്, ആ സമയത്ത് ഞാൻ എന്താക്കുകയായിരുന്നു? ഐ വാസ് സ്പെൻഡിങ്, SPEND, സ്പെൻഡ് പറഞ്ഞെങ്കിൽ ചിലവഴിക്കുക. ഞാൻ ചിലവഴിക്കുകയായിരുന്നു. ദ ഈവനിങ്, അന്ന് വൈകുന്നേരം. വിത്ത് എ സ്കൂൾ ഫ്രണ്ട്, എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടിൻ്റെ കൂടെ. വെൻ ദേ റിട്ടേൺഡ്, അങ്ങനെ അവർ മടങ്ങി വന്നപ്പോൾ. റിട്ടേൺ മടങ്ങുക. വെൻ ദേ റിട്ടേൺഡ്, അവർ മടങ്ങിയപ്പോൾ. നിഷാദ് ടോൾഡ് മീ, നിഷാദ് എന്നോട് പറഞ്ഞു. ഹി ഹാഡ് ബീൻ ടു സീ മിസ്റ്റർ നാഥ്, അദ്ദേഹത്തിന് എന്തായിട്ടുണ്ട്? മിസ്റ്റർ നാഥിനെ കാണാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മിസ്റ്റർ നാഥിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഐ ഫെൽറ്റ് മോസ്റ്റ് അനോയ്ഡ്, എനിക്ക് അനുഭവപ്പെട്ടു. ഫീൽ, പാസ്റ്റ് ഫെൽറ്റ്, FEEL, ഫീൽ. അതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്, FELT. അർത്ഥം അനുഭവപ്പെടുക. അപ്പോൾ ഐ ഫെൽറ്റ്, എനിക്ക് അനുഭവപ്പെട്ടു. മോസ്റ്റ് അനോയ്ഡ്, ഒരു ബുദ്ധിമുട്ട് പോലെ അനുഭവപ്പെട്ടു. കാരണം എന്നോട് പറയാതെ ഒറ്റയ്ക്ക് പോയതാണല്ലോ. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അനോയ് പറഞ്ഞെങ്കിൽ ANNOY. അനോയ് പറഞ്ഞെങ്കിൽ ശല്യപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക. അതായത് എനിക്കൊരു ശല്യം പോലെ, ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി എന്നെ കൂട്ടാതെ പോയതിനാൽ. പക്ഷെ ഞാൻ അതെന്തായില്ല, പ്രകടിപ്പിച്ചില്ല. എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്? ദാറ്റ് ഐ ഹാഡിൻറ്റ് ബീൻ ദർ, ഞാൻ അവിടെ പോകാത്തതിനാൽ. ഓക്കെ. അടുത്ത നോക്കാം. Seven had been quite upset about Mr. Na's gaunt appearance and was sure that he was starving. Seven had been quite upset. Seven പൂർണ്ണമായും അപ്സെറ്റ് പറഞ്ഞെങ്കിൽ ദുഃഖിതനായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? സെവന് പൂർണ്ണമായും ദുഃഖിതനായിരുന്നു. കാരണം എന്ത്? അബൌട്ട് മിസ്റ്റർ നാസ് ഗോണ്ട് അപ്പിയറൻസ്. മിസ്റ്റർ നാഥിൻ്റെ ഗോണ്ട് പറഞ്ഞെങ്കിൽ GAUNT. ഗോണ്ട് പറഞ്ഞെങ്കിൽ മെലിഞ്ഞ, ശുഷ്കിച്ച, മെലിഞ്ഞ. അപ്പിയറൻസ് ഭാവം. അപ്പോൾ ഈ മിസ്റ്റർ നാഥിൻ്റെ മെലിഞ്ഞ ഭാവം കണ്ടിട്ട് നിഷാദാകെ ദുഃഖിതനായിരുന്നു. ഗോണ്ട് പറഞ്ഞെങ്കിൽ മെലിഞ്ഞ. ആൻഡ് വാസ് ഷുവർ, സെവന് ഉറപ്പായിരുന്നു. ദാറ്റ് എന്തെന്നാൽ ഹി വാസ് സ്റ്റാർവിങ്. മിസ്റ്റർ നാഥ് എന്താണ്? സ്റ്റാർവിങ്. സ്റ്റാർ പറഞ്ഞെങ്കിൽ STARVE. സ്റ്റാർ പറഞ്ഞെങ്കിൽ പട്ടിണി കിടക്കുക. സ്റ്റാർവേഷൻ, പട്ടിണി. അപ്പോൾ മിസ്റ്റർ നാഥ് പട്ടിണി കിടക്കുകയാണ് എന്നും ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഓക്കെ. He told me that he had knocked loudly on Mr. Na's door that evening and said. He told me. Seven പറഞ്ഞു.
പാസ്റ്റ് ടോൾഡ് പറഞ്ഞു മീ എന്നോട് ദാറ്റ് എന്തെന്നാൽ ഹി ഹാഡ് നോക്ക്ഡ് അവൻ മുട്ടിയിട്ടുണ്ട്. നോക്ക്ഡ് മുട്ടുക, KNOCK നോക്കറിന് മുട്ടുക. ഹി നോക്ക്ഡ് അവൻ മുട്ടിയിട്ടുണ്ട്. ലൗഡ്ലി ഉറക്കെ ഓൺ മിസ്റ്റർ നാഥ്സ് ഡോർ എവിടെ മിസ്റ്റർ നാഥിൻ്റെ ഡോറ് മുട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈവനിങ് അന്ന് വൈകുന്നേരം. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു ഓപ്പൺ ദി ഡോർ ക്വിക്ക്ലി പെട്ടെന്നൊന്ന് വാതിൽ തുറക്കൂ മിസ്റ്റർ നാഥേ. ദി മാൻ ഹാഡ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് ആസ്ക്ഡ് ഹിം ലോസ്റ്റ് അനദർ മാർബിൾ. ദി മാൻ അപ്പോൾ ആ മനുഷ്യൻ ഹാഡ് ഓപ്പൺഡ് തുറന്നോ ഏത് ഇറ്റ് വാതിൽ തുറന്നു. ആൻഡ് ആസ്ക്ഡ് ഹിം അവനോട് ചോദിച്ചു ലോസ്റ്റ് അനദർ മാർബിൾ അടുത്ത ഗോട്ടി കൂടി നഷ്ടപ്പെട്ടോ, അടുത്ത മാർബിൾ കൂടി നഷ്ടപ്പെട്ടോ. നേരത്തെ ഒരു മാർബിൾ നഷ്ടപ്പെട്ടപ്പോഴല്ലേ അവിടെ പോയത്, അപ്പോൾ അടുത്ത മാർബിളും കൂടി നഷ്ടപ്പെട്ടോ എന്ന് ആര് ചോദിച്ചു? മിസ്റ്റർ നാഥ് ചോദിച്ചു. ഹി ഹാഡ് ഒബ്വിയസ്ലി റെക്കഗ്നൈസ്ഡ് മൈ ബ്രദർ. ഇത് ഈ കഥ പറയുന്ന ആര്? ഈ സിസ്റ്ററാണ്, സെവൻ്റെ സിസ്റ്ററായ മായ. ഹി ഹാഡ് ഈ മിസ്റ്റർ നാഥ് ഹാഡ് ഒബ്വിയസ്ലി വ്യക്തമായി, ഒബ്വിയസ്ലി വ്യക്തമായി റെക്കഗ്നൈസ്ഡ് പറഞ്ഞെങ്കിൽ തിരിച്ചറിഞ്ഞു. റെക്കഗ്നൈസ് എന്ന് പറഞ്ഞെങ്കിൽ തിരിച്ചറിയുക. അതിൻ്റെ പാസ്റ്റാണ് റെക്കഗ്നൈസ്ഡ്. തിരിച്ചറിഞ്ഞു മൈ ബ്രദർ എൻ്റെ സഹോദരനെ. ഓക്കെ. നോ സെഡ് നിഷാദ്. നോ മാർബിൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ നിഷാദ് എന്താ പറഞ്ഞു? നോ ഇല്ല. സെഡ് നിഷാദ് പറഞ്ഞു ഹി ഹാഡ് ടേക്കൻ ദ മാൻസ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ. നിഷാദ് ഹാഡ് ടേക്കൻ എടുത്തു. ടേക്ക് പാസ്റ്റ് ടുക്കാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ. അപ്പോൾ ഇദ്ദേഹം എടുത്തു ദി മാൻസ് ഹാൻഡ് ആ മനുഷ്യൻ്റെ കൈ ഇൻ ഹിസ് ഓൺ ഇവൻ്റെ സ്വന്തം കയ്യിലെടുത്തു, അതായത് കൈ പിടിച്ചു. ആൻഡ് ത്രസ്റ്റ് THRUST ത്രസ്റ്റ് പറഞ്ഞെങ്കിൽ തള്ളുക. ആൻഡ് ത്രസ്റ്റ് തള്ളിക്കൊടുത്തു. എ ബാർ ഓഫ് ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് കഷ്ണം ഇൻറ്റു ഇറ്റ് ആ കയ്യിലേക്ക് തള്ളിക്കൊടുത്തു. ഡിഡ് യു ഗെറ്റ് എ ചാൻസ് ടു പീക്ക് ഇൻ ടു ദി ട്രങ്ക് 7 ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു. ഡിഡ് യു ഗെറ്റ് എ ചാൻസ് നിനക്കൊരു ചാൻസ് അവസരം കിട്ടിയിട്ടുണ്ടോ? അവസരം കിട്ടിയിട്ടുണ്ടോ? ടു പീക്ക് ഇൻ ടു പീക്ക് PEEK പീക്ക് പറഞ്ഞെങ്കിൽ എത്തി നോക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇൻ ടു ദി ട്രങ്ക് എന്തിലേക്ക്? ആ ട്രങ്കിലേക്ക്. ട്രങ്ക് പറഞ്ഞെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു ആ പെട്ടിയല്ലേ, ആ പെട്ടിയിലേക്ക് എത്തി നോക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? 7 ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു. നിഷാദ് ലുക്ക്ഡ് ഡിസപ്പോയിൻറ്റഡ് നിഷാദിനെ കാണപ്പെട്ടു. ഡിസപ്പോയിൻറ്റഡ് പറഞ്ഞെങ്കിൽ നിരാശനായിട്ട്. നിരാശനായി കാണപ്പെട്ടു. He didn't even ask me in അവൻ എന്നെ ഉള്ളിലേക്കൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. He said അവൻ പറഞ്ഞു. Then he smiled എന്നിട്ട് അവൻ പുഞ്ചിരിച്ചു. ആരെ? നിഷാദ് പുഞ്ചിരിച്ചു. സ്മൈൽ പുഞ്ചിരിക്കുക. But I did find out something മായ പക്ഷെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക. ഫൈൻഡിൻ്റെ പാസ്റ്റ് എന്ത്? ഫൗണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫൗണ്ട് തന്നെ. ഓക്കെ. പക്ഷെ ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ മായ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ വെൻറ്റ് ഡൗൺ ടു ദ റെസ്റ്റോറൻറ്റ് ഞാൻ താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ആ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് അല്ലേ, ഭക്ഷണശാല. അവിടെ രമേശ് വർക്ക്സ് ആൻഡ് ടോക്ക്ഡ് ടു ഹിം ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തായ രമേശ് ജോലി ചെയ്യുന്നു. ആൻഡ് ടോക്ക്ഡ് ടു ഹിം അവനോട് ഞാൻ സംസാരിച്ചു. ടോക്ക് പാസ്റ്റ് ടോക്ക്ഡ്. ഗുഡ് ഫോർ യു മിസ്റ്റർ ഡിറ്റക്റ്റീവ്. ഗുഡ് ഫോർ യു വളരെ നന്നായി. ഗുഡ് ഫോർ യു വളരെ നന്നായി. മിസ്റ്റർ ഡിറ്റക്റ്റീവ് ആരെ? ഡിറ്റക്റ്റീവ് തുടക്കത്തിൽ പറഞ്ഞു എന്ത് അർത്ഥം? ഡിറ്റക്റ്റീവ് അന്വേഷകൻ, കുറ്റാന്വേഷകൻ. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുറ്റാന്വേഷകനെ. ആരോട്? നിഷാദിനോട് അല്ലെങ്കിൽ 7നോട് മായ പറയുന്നു. ഐ സെഡ് ഞാൻ പറഞ്ഞു. പാറ്റിങ് ഹിം ഓൺ ദി ബാക്ക് അവൻ്റെ പുറത്തേക്ക് തട്ടിക്കൊണ്ട്. PAT പാറ്റർണിങ് തട്ടുക. ഓക്കെ. PAT ഒരു T ആണ്. പിന്നെ പാറ്റിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പാറ്റഡ് എന്നല്ല പറയുമ്പോൾ 2 T വരും. എൻ്റെ പ്രസൻറ്റ് പാറ്റ് PAT തട്ടുക, പുറത്തേക്ക് തട്ടുക. ബാക്ക് പറഞ്ഞെങ്കിൽ പുറം ഭാഗം. അപ്പോൾ പുറത്തേക്ക് ഞാനൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു നന്നായിട്ടുണ്ട്. ഐ ഹോപ്പ് യു ക്വസ്റ്റ്യൻഡ് ഹിം പ്രോപ്പർലി. ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് HOPE പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ എന്ത് ഹോപ്പ് ഐ ഹോപ്പ് യു ക്വസ്റ്റ്യൻഡ് ഹിം പ്രോപ്പർലി. ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. യു ക്വസ്റ്റ്യൻഡ് ഹിം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രതീക്ഷിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ. ഹോപ്പിനെ ആഗ്രഹിക്കുക എന്നർത്ഥമുണ്ട്. പിന്നെ ഇവിടെ പ്രതീക്ഷിക്കുക എന്ന് തന്നെയാണ്.
യു ക്വസ്റ്റ്യൻഡ് ഹിം, നീ അവനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. പ്രോപ്പർലി, കൃത്യമായി. പ്രോപ്പർലി, കൃത്യമായി. പ്രോപ്പർലി, കൃത്യമായി. ഓക്കെ, പിന്നൊക്കെ എത്ര മതിയല്ലേ. ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം ഈ ഭാഗം. ഒന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മെല്ലെ വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വായനും കൂടി ഉഷാറാൻ വേണ്ടിയിട്ട്. ഓക്കെ. Perhaps the police had to set his house on fire to force him out, I suggested. Seven looked unsure. അവിടെ പോലീസ് അല്ല, പോലീസ് എന്നാണ്, പോലീസ്. ഓക്കെ. On the Monday following Mama's birthday, Seven went alone with her to the clinic at Girgaon as I was spending the evening with a school friend. When they returned, Nisha told me he had been to see Mr. Nath and I felt most annoyed that I hadn't been there. Seven had been quite upset about Mr. Nath's gaunt appearance and was sure that he was starving. He told me that he had knocked loudly on Mr. Nath's door that evening and said, "Open the door quickly, Mr. Nath." Quickly പറഞ്ഞെങ്കിൽ നേരത്തെ അർത്ഥം പറഞ്ഞില്ലേ? ക്വിക്കിലി പെട്ടെന്ന്, പെട്ടെന്ന്, ക്വിക്കിലി പെട്ടെന്ന്. നോക്ക് മുട്ടുക, KNOCK, നോക്ക് മുട്ടുക, വാതിൽ മുട്ടുന്നല്ല പറയും. ലൗഡ്ലി ഒച്ചത്തിൽ. The man had opened it and asked him, "Lost another marble?" He had obviously recognized my brother. "No," said Nishad. He had taken the man's hand in his own and thrust a bar of chocolate into it. "Did you get a chance to peek into the trunk, Seven?" I asked. Nishad looked disappointed. "He didn't even ask me in," he said. Then he smiled. "But I did find out something, Maya. I went down to the restaurant where Ramesh works and talked to him." "Good for you, Mr. Detective," I said, patting him on the back. "I hope you questioned him properly." Seven looked pleased. "Ramesh told me that he takes 2 meals for Mr. Nath every morning and evening, and 2 cups of tea, one in the morning and one in the afternoon." Okay.